ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് ഇത് കേട്ടോ. അതും ഇത് ഒമാനിൽ നിന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് രാവിലത്തെ പരിപാടിയിലോട്ട് കിടക്കാം. രാവിലെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഇന്ന് പ്രിയത്തേട്ടന് രാവിലെ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു. എന്നിട്ട് ദോശയും അതിന് വേണ്ട കറിയും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ സുട്ടു എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. സുട്ടു എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് ഇച്ചിരി മൂഷാട്ടയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അവനെ തോളിലിടണം. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് ജോലിയെല്ലാം കഴിയാമെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കറിയും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടു. അപ്പം ബ്രദറിന് കഴിക്കാനുള്ള ദോശയും ചായയും എല്ലാം നമ്മൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രദറിനെയൊക്കെ വിട്ടതിന് ശേഷം ഞാൻ സുട്ടുവിനെ പോയി നോക്കി. സുട്ടു ഉണർന്നോ ഇല്ലെന്ന് കേട്ടോ. പക്ഷെ ആൾ നല്ല ഉറക്കമാണ്. അങ്ങനെ സുട്ടു ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാനെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി നമുക്ക് അരി അടുപ്പത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ആദ്യം അരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിനകത്ത് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് തിരൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ നന്നായിട്ടെല്ലാം കഴുകി ഇനി അത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീൻ കറി വെക്കാൻ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മൂത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിനകത്തോട്ടൊരു ലേശം വെളിച്ചെണ്ണയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മതി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി ആവശ്യത്തിന് കുടംപുളിയും കൂടി, പുളിക്ക് പാകത്തിനുള്ള കുടംപുളിയും കൂടി ചേർത്ത് ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മീൻ പെറുക്കിയിടാം. ഓക്കേ, നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ചേർത്തു. കുറച്ച് മീനെടുത്ത് നമ്മൾ വറുക്കാൻ കൂടി വെച്ചിട്ടുണ്ട്. സുട്ടു അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ തന്നെ ആൾ ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്ത് പറ്റിയെന്നോ. ഇനി സുട്ടുമായിട്ടുള്ള അംഗമാണ് കേട്ടോ. ഇനി ഫുഡൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ കൊണ്ട് അങ്ങനെ സുട്ടുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും പല്ല് തേപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം സുട്ടുവിന് കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേക്കുവാണ് കേട്ടോ. അങ്ങനെ സുട്ടു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയാണ് ചിക്കൻ വേണമെന്ന് പറയണേ. എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചപ്പോൾ 3 പറഞ്ഞു. അതാണ് ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾ എൻ്റെ കൂടെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ആൾ ചിക്കനൊക്കെ വറുത്ത് കൊടുത്ത് ചിക്കനൊക്കെ തിന്നിട്ട് ഞാൻ ഇരിക്കുകയാണ് ആൾ. സുട്ടുവിന് ഇനി ഉച്ചക്കത്തേക്ക് ചോറും മോരും ചിക്കനും കൂടി വറുത്തതാണ് കേട്ടോ സുട്ടുവിന് കഴിക്കുന്നത്. അവൻ ഈ മീൻ അവന് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഒരു വിധത്തിൽ അവനെ കൊണ്ട് അതെല്ലാം കഴിപ്പിച്ചു. അപ്പോൾ സുട്ടുവിൻ്റെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് സുട്ടു വരികയാണ് കേട്ടോ. അപ്പോൾ തന്നെ കുറേ ചോക്ലേറ്റ്സും ഒക്കെ എടുത്ത് വെച്ച് കുപ്പിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് ആൾ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വരുവാണേ. എന്നിട്ട് അതായത് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയും വെള്ളം മണ്ടയ്ക്കോട്ട് എറിയുമ്പോഴത്തേക്ക് അത് അതുപോലെ തന്നെ വന്നവിടെ നിൽക്കുകയാണ്. പക്ഷേ ആളത് എത്ര ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല. വെക്കുമ്പോൾ മണ്ടയ്ക്കോട്ട് എറിയും, അത് താഴെപ്പോവും, മണ്ടയ്ക്കോട്ട് എറിയും, താഴെപ്പോവും. അപ്പോൾ എന്നോട് പറയുകയാണ് വെക്കാൻ. പക്ഷെ ഞാൻ വെച്ചിട്ടും അത് എനിക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെ വരാത്തതിൻ്റെ ദേഷ്യമൊക്കെ ആക്കൊണ്ട് ആ കളിയെല്ലാം കുറേ കഴിഞ്ഞ് അതിലെന്തായാലും പരാജയപ്പെട്ടു. ഇനി അടുത്ത കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇവരിരുന്നെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി അത് വെച്ചിട്ടുള്ള കളിയാണ്. ഇനി ആ കളിയെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറയാം, അമ്മ ഫോൺ എടുത്തോണ്ടോ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫോൺ എടുത്തോണ്ട് വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുവാണേ. ഇതെന്താ കളിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു അമ്മ ഫോൺ എടുത്തിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം അച്ഛയൊക്കെ വന്ന് അച്ഛയായിട്ട് സുട്ടു കളിയും ചിരിയും അടിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകണം. അപ്പോൾ സുട്ടിന് കൊടുക്കുന്ന വീഡിയോസും ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ആളന്നേരത്തേക്കങ്ങ് ഇടഞ്ഞ് പിന്നെ ആൾക്ക് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കണ്ട അങ്ങനെയൊക്കെയുള്ളൊരിതായി.
അതിനുശേഷം ഞങ്ങളെ ഉറങ്ങാൻ പോകും. അപ്പോൾ സിട്ടുവാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ പറയാണ്. അങ്ങനെ അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.